AVT പ്രീമിയം വനിതാ രത്നത്തിൽ ഇത് അടുത്ത മത്സരാർത്ഥികളുടെ സമയം. ദീപ നരേൻ ഫ്രം ട്രിവാൻഡ്രം. Hi Deepa. Hi. Good evening. Good evening. How are you? Fine. Very good. Thank you. വെറും ഗുഡ് മാത്രമേ. Very good. Very good. Excellent. Judges ഉണ്ട് അവിടെ. Hello. Good evening. Deepa. Hi. Hi. Looking very good. Thank you. പാട്ടാണോ പാടുന്നേ? അതെ അതെ. ദീപ 12 പേരിൽ 11 പേരും ഡാൻസ് അല്ലേ? അതെ. അപ്പൊ ഞാനൊരു ചേഞ്ച് വേണ്ടേ? എനിക്കൊന്ന് കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് പോകാൻ തോന്നുന്നു. Let's see. എൻ്റെ പേര് ദീപ നരൻ. ഞാൻ കൊടപ്പനക്കുന്നിലാണ് താമസിക്കുന്നത്. ഹസ്ബൻഡിൻ്റെ പേര് ഡോക്ടർ എസ് സുനിൽകുമാർ. ഏറ്റവും കൂടുതൽ എൻ്റെ സപ്പോർട്ട് എന്ന് പറയുന്നത് എൻ്റെ ഹസ്ബൻഡ് തന്നെയാണ്. പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ പ്രചോദനം തന്നിട്ടുള്ള എൻ്റെ അച്ഛനാണ്. അച്ഛൻ നന്നായിട്ട് പാടും. എൻ്റെ ഹോബീസ് പാട്ട് കേൾക്കുകയാണ് മെയിൻ ഹോബി. ഏത് നേരവും പാട്ട് കേട്ടോണ്ടിരിക്കും. कितना मुश्किल है तौबा इसको समझाना कि धीरे धीरे दिल बेकरार होता है. ഡാൻസിങ് ഇഷ്ടമാണ്. ആരെയും കാണിക്കാനല്ലെങ്കിലും അകത്ത് പാട്ടിട്ട് ഡാൻസ് ചെയ്യുക, ഞാനും മോളും കൂടെ ഡാൻസ് ചെയ്യുക, അത് എൻ്റെ ഒരു ഇഷ്ടമുള്ള ഒരു പിന്നെ കാര്യമാണ്. പിന്നെ ഷട്ടിൽ കളിക്കുന്നത് എനിക്ക് വലിയ ഇഷ്ടമാണ്. ഐസൊലേറ്റഡ് ആയിട്ടൊരു വീട്ടിലിരിക്കുന്ന വീട്ടമ്മയോടെ എനിക്ക് ഒരു താല്പര്യമില്ല സത്യം പറഞ്ഞാൽ. സുഖവും ദുഃഖവും എപ്പോഴും ലൈഫിലൊരു സമ്മിശ്രമായിട്ടല്ലേ വരുന്നത്. അത് പിന്നെ ഏത് നേരവും ദുഃഖിച്ചിരിക്കാനും സുഖിച്ചിരിക്കുമ്പോൾ എപ്പോഴും അങ്ങ് അടിച്ചു പൊളിച്ച് ജീവിച്ചിരിക്കാനും നമുക്കൊരിക്കലും അങ്ങനെ ഒരിക്കലും ഒരു ലൈഫിനോട് എനിക്ക് എൻ്റെ ഒപ്പീനിയൻ അനുസരിച്ച് എനിക്ക് ഒരിക്കലും അതിനോട് താല്പര്യം. വിവാഹശേഷം അതെ. എല്ലാവരും പേരിന്റെ കൂടെ ഭർത്താവിന്റെ പേര് വാലായിട്ട് ചേർക്കും അല്ലേ? ഭർത്താവിന്റെ പേര് ഇവിടെ വന്ന എനിക്കൊന്ന് എല്ലാ കോണ്ടസ്റ്റൻസും പേര് ദീപ പേര് മാറ്റിയില്ല. അച്ഛന്റെ പേരാണ് ഇപ്പോഴും അച്ഛന്റെ പേര് തന്നെയാണ്. വൈസോ എന്തുകൊണ്ടാണ്? പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. സുനിലിനും അതിനോട് താല്പര്യം. കാരണം നിന്നെ എനിക്ക് തന്നത് നിന്റെ അച്ഛനും അമ്മയുമാണ്. സോ ഓൾവേസ് കീപ് ദാറ്റ്. അതാണ്. വെരി ഗുഡ്. അതുപോലെ ദീപയുടെ ഈ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ ഈ പ്രൊഫൈലിൽ കണ്ടതിന് യു സൗണ്ട്സ് വെരി കോൺഫിഡൻറ്റ്. താങ്ക് യു. പറയുന്ന കാര്യത്തിൽ മാത്രമല്ല പറഞ്ഞ പ്രസന്റേഷനിലും ഐ ഫെൽറ്റ് ദ സെയിം കോൺഫിഡൻസ്. താങ്ക് യു സോ മച്ച്. എനിവേ ഗുഡ് ലക്ക് ആൻഡ് വിത്ത് ജഡ്ജസ്. സുനിൽ വന്നിട്ടുണ്ടോ ഇവിടെ? സുനിൽ ഒരു മേജർ ഓപ്പറേഷനായിട്ട് SUT കിടക്കുകയാണ്. വലിയൊരു മേജർ സർജറി കണ്ടിട്ട് ഇപ്പോൾ ICU മാറ്റിയിട്ടേ ഉള്ളൂ. ബട്ട് ഹിസ് ഫുൾ സപ്പോർട്ട് 100% സപ്പോർട്ട് ഇസ് ഓൾവേസ് വിത്ത് മീ. പിന്നെ എൻ്റെ മദറിൻലോ, ഞാൻ എൻ്റെ മോനെ നോക്കിക്കോളാം. എപ്പോഴും വനിതാരത്നത്തിൽ ഇത്രയും കോണ്ടസ്റ്റിൻ്റെ ഇടയ്ക്ക് 12 വരാൻ എൻ്റെ മരുമോളിന് സാധിച്ചെങ്കിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഭാഗ്യവതിയാണെന്ന് പറഞ്ഞ എൻ്റെ അമ്മായിയമ്മയ്ക്ക് ഈ സമയത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കാം. തീർച്ചയായിട്ടും ഇതൊരു വലിയ കാര്യമാണല്ലേ. ഒരു ഭർത്താവ് ഇത്രയും ICUവിൽ കിടക്കുന്ന സമയത്ത് പെർഫോം ചെയ്യാൻ അദ്ദേഹത്തിൻ്റെ മനസ്സാണ് നമ്മൾ സംബന്ധിക്കുന്നത്. കാരണം എൻ്റെ വൈഫിന് കിട്ടുന്ന ഒരു ഓപ്പർച്യൂണിറ്റി അത് തീർച്ചയായിട്ടും അത് ഒഴിവാക്കരുത്, അത് ഉപയോഗിക്കണമെന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ മനസ്സും അതുപോലെ തന്നെ പറഞ്ഞ അമ്മയുടെ ആ ഒരു സപ്പോർട്ടും അത് വാല്യൂ വെരി മച്ച്. അബ്സല്യൂട്ട്ലി. അപ്പോൾ എനിക്കൊന്നു തീർച്ചയായിട്ടും അവർക്കാണ് നമ്മളൊരു എന്താ പറയുക നമ്മുടെ ഒരു ടോക്കൺ ഓഫ് ലവ് ആൻഡ് അഫെക്ഷൻ കാണിക്കേണ്ടത്. പ്ലീസ്.
പാടാൻ ഒരു കഴിവില്ലാത്തതിൽ എനിക്ക് എന്നോട് തന്നെ സങ്കടവും വിഷമവും ദേഷ്യമൊക്കെ തോന്നിയത് ഈ പാട്ട് കേട്ടപ്പോൾ. മാത്രമല്ല ആ സോനാരൊക്കെ തുടങ്ങിയപ്പോൾ അതിനകത്ത് ഒരു കുസൃതി, ഒരു സന്തോഷം, ഒരു എനർജി ലെവൽ, ഇറ്റ് വാസ് എ ടോട്ടൽ പാക്കേജ് അല്ലേ? ഇറ്റ് വാസ് നോട്ട് ഓൺലി എ സോങ്. എടുത്തു പറയേണ്ട ഒരു കാര്യം, ഒരു ഹിന്ദി സോങ് ഒരു ഹിന്ദി സോങ് പാടുന്നത് ഒരു മലയാളിയും. തീർച്ചയായിട്ടും മൈൻഡ് ബ്ലോയിങ്. ഇറ്റ് കോൾസ് ഫോർ ആൻ അപ്ലോസ് ഡെഫിനറ്റ്ലി. വെരി ഗുഡ്. താങ്ക് യു സോ മച്ച്. എനിക്ക് തോന്നുന്നു ഒരു ചെറിയ എന്തെങ്കിലും പ്രശ്നം പറയുകയാണെങ്കിൽ രണ്ട് സ്ഥലത്തുനിന്ന് ബ്രീത്തിങ്ങിൽ ഒരു ചെറിയ പ്രോബ്ലം ഉണ്ടായിരുന്നു. അതൊഴിച്ചാൽ അതൊരു ചെറിയൊരു പ്രശ്നം. Again, she's not a singer, so അല്ലേ? ഏറ്റവും വലിയ വിഷമം തോന്നിയ ഹസ്ബൻഡിന്റെ ഇങ്ങനെ ഒരു അതാണ്. അവസ്ഥ. തീർച്ചയായിട്ടും. ഇത് മാറ്റി വെച്ചിട്ട്, കാരണം നല്ല ഒരു ആർട്ടിസ്റ്റിന് മാത്രമേ ഇത് പറ്റുള്ളൂ എന്ന് പണ്ടുള്ളവർ പറയും. അത് വെച്ചിട്ട് ഞാൻ വിചാരിച്ചു നിന്ന് വെറുതെ പാടുമായിരിക്കും. അത് നമ്മളെ അറിയിക്കാതെ ആ ഒരു പാട്ടിലേക്ക് ചെന്ന ആ ഒരു കഴിവിനെ ഗ്രേറ്റ് കേട്ടോ. എനിക്ക് അതിലാ വിഷമം. അമ്മയും മോളും അല്ലേ? അതെ. അവരെന്ത് ചിന്തിക്കുന്ന ബ്രദറും ഉണ്ട് അല്ലേ? അവരെന്ത് ചിന്തിക്കുന്ന നമുക്ക് കേൾക്കണ്ടേ? ഓക്കെ, ലെറ്റ്സ് ജസ്റ്റ്. വളരെ ഇഷ്ടപ്പെട്ടു പാട്ട്. അവൾ എപ്പോഴും പാടുന്നതുകൊണ്ട് ഇതെനിക്കൊരു പ്രത്യേകതയായിട്ട് തോന്നിയില്ല. വീട്ടിലെ ദിവസം ഉണ്ടാവുന്ന കാര്യം, വീട്ടിലെ എപ്പോഴും പാട്ട് തന്നെയാണ്. പിന്നെ എൻ്റെ എല്ലാം, എൻ്റെ ഹസ്ബൻഡിൻ്റെ അല്ല, അവളുടെ ഹസ്ബൻഡിൻ്റെയും മദർലോയുടെയൊക്കെ ഫുൾ സപ്പോർട്ടോടാണ് അവൾ ഇത്രയും ഉയർന്നു വന്നിട്ടുള്ളത്. അതുകൊണ്ട് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. എപ്പോഴും ഞാനിങ്ങനെ വഴക്ക് പറയുമെങ്കിലും എനിക്ക് വളരെ മോൾ എന്ത് പറയുന്നു? മോളും അമ്മയായിട്ട് അവിടെ ഭയങ്കര ഡാൻസും പാട്ടും കണ്ടു നമ്മള്. പാട്ടൊന്നും കുഴപ്പമില്ലായിരുന്നു, പക്ഷെ ഇത്രയും പെർഫോമൻസും കൂടെ ഉണ്ടെന്ന് ഞാൻ കരുതിയില്ല. പാട്ടിന്റെ ഇടയിലുള്ള തിങ്സ് ആണോ പറഞ്ഞോ? ഡാൻസും ഒക്കെ നന്നായിരുന്നു. മോളോടൊരു ചോദ്യമുണ്ട്. ചേച്ചിക്കുള്ള ഒരു ചെറിയ സംശയമാണ്. അമ്മ വീട്ടിൽ കൂടുതൽ അമ്മയായിട്ടാണോ ഫ്രണ്ട് ആയിട്ടാണോ മോളോട് ഫ്രണ്ട് ആയിട്ടല്ലേ? വെരി ഗുഡ്. അത് കാണാനുണ്ട് ശരിക്കും. പക്ഷെ ഇടയ്ക്കിടയ്ക്ക് കുസൃതി കാണിക്കുമ്പോ തല്ലാറുണ്ട്. ആരാരെ തല്ലും? അമ്മ കുസൃതി കാണിക്കോ മോള് കുസൃതി കാണിക്കോ? ഞാൻ കുസൃതി കാണിക്കാം, അമ്മ എന്നെ തല്ലും. എനിക്ക് നോക്കിയിട്ട് ഒരു പോലീസ് ചേർന്നെങ്കിൽ ദീപം നിന്ന ഒരു നിപ്പായിരുന്നു. അമ്മയുടെ പെർഫോമൻസ് കണ്ടപ്പോ മോള് മനസ്സിൽ പറഞ്ഞെന്തറിയോ? അമ്മ, യു ഫെയിൽഡ് മീ, എന്നെ തോൽപ്പിച്ചു കളഞ്ഞു. ഈ ലോകത്താർക്കും ദീപയുടെ പേര് കേൾക്കണ്ട, മനസ്സിലായോ? ആർക്കും കേൾക്കണ്ട, യാതൊരു താല്പര്യമില്ല ഇത് കേൾക്കാൻ. ബട്ട് ദീപയ്ക്കാണെങ്കിൽ ഇത് ആരോടെങ്കിലും പറഞ്ഞേ പറ്റൂ. സോ യു ആർ പ്ലീഡിങ് ആൻഡ് ക്രൈങ്. ഇങ്ങോട്ടൊന്ന് നോക്കുന്നേ. എൻ്റെ എന്ത് ഡേയ്, ഒരു രക്ഷയില്ല. ഇവനൊക്കെ എവിടെ നിന്ന് വന്നടേ? എൻ്റെ പേരേ എൻ്റെ ഇങ്ങോട്ട് നോക്കടാ. നിനക്ക് എന്തോ ആലോചിച്ചുകൊണ്ടിരിക്കണത്? എൻ്റെ പേരെന്ന് എൻ്റെ പേരേ കുവേ കുവേ. എൻ്റെ പേരേ സൂപ്പർ ദീപ. താങ്ക് യു. നന്നാ. ഇങ്ങനെ ഒരു സിറ്റുവേഷൻ കൂടി ഇല്ലായിരുന്നെങ്കിൽ കലക്കിയനെ ഇവിടെ. നന്നായിരുന്നു. താങ്ക് യു.